അപ്പോൾ വർക്ക് ബുക്കിൽ ഇടതുവശത്ത് മാർജിനിൽ ഇന്നത്തെ ക്ലാസിൻ്റെ വിശദാംശങ്ങൾ എഴുതുക. എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു? 34ാമത്തെ ക്ലാസ്. 3 ഓഗസ്റ്റ് 2026, 3/8/2026. മൺഡേ ഓൺലൈൻ ക്ലാസ് പ്രസന്റ്. ഇനി പുസ്തകത്തിലെ പേജ് നമ്പർ 66, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേജ് നമ്പർ 66 തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പുറത്തും 67ാമത്തെ പേജിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ അപ്പുറത്തുമായിട്ട് നിങ്ങൾ കണ്ടോ? അതിൻ്റെ മുകളിലോട്ട് നിങ്ങൾ എഴുതുക എക്സസൈസ് 2 എന്ന്. എക്സസൈസ് 2 എന്ന്. എക്സസൈസ് 2. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആൻസർ കോപ്പി എടുത്ത് തന്നിട്ടില്ലേ? അതുകൂടെ ഒന്ന് എടുത്തോട്ടെ എല്ലാവരും. ഞാൻ ആ ആൻസർ കോപ്പി എടുത്ത് തന്നതും കൂടെ എടുക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം വേണമെങ്കിൽ ഞാൻ പറയാം. അത് നിങ്ങൾ അതിനകത്തുള്ളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എടുത്തല്ലോ. ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കോപ്പി ഉണ്ട്, റെഡ് ഇങ്ക് പെന്നും കയ്യിലുണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ. ഇത് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് എഴുതണം? വർക്ക് ബുക്കിലോട്ട് എഴുതണം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അതിലെ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ശ്രദ്ധയൊന്ന് വായിച്ചേ. Calculate each of the following for several number and guess a generalizations. Then generalization. Then prove it using algebra. Calculate each of the following for several numbers. താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറേ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഒന്ന് പരിശോധിക്കണം. ആൻഡ് ഗസ് എ ജനറലൈസേഷൻ. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും പൊതുവായ ഒരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഗസ് ചെയ്യുക. ദെൻ പ്രൂവ് ഇറ്റ് യൂസിങ് ഓൾജിബ്ര. അത് പിന്നീട് ഓൾജിബ്രയുടെ സഹായത്തോടെ, ബീജഗണിതത്തിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യുക? പ്രൂവ് ചെയ്യുക. മെയിൻ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അതിൻ്റെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ അദ്വൈത് വായിച്ചേ. The remainder got on division by 3. The product of two numbers, one of which leaves remainder 1 on division by 3 and the other remainder 2. അപ്പോൾ എന്താണ് അദ്വൈത വായിച്ചതിൻ്റെ അർത്ഥം ഒന്ന് പറയാമോ? ഇപ്പോൾ എന്താണ് വായിച്ചത് എന്നതിൻ്റെ അർത്ഥം ഒന്ന് പറയാമോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഒരു സംഖ്യയുടെ റിമൈൻഡർ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിന്. The remainder got on division by 3. The remainder got on division by 3 എന്ന് പറഞ്ഞാൽ അർത്ഥം 3 കൊണ്ട് ഡിവൈഡ് ചെയ്തുള്ള ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടത്തിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ ഏതാന്ന് പറയുന്നുണ്ടോ? ഇല്ല. വായിച്ചാട്ടെ, അപ്പുറത്തുണ്ട് ബാക്കി. The product of two numbers. The product of two numbers. രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് ഭയങ്കര ബഹളമുള്ള അന്തരീക്ഷത്തിലാണല്ലോ ഇരിക്കുന്നത്. രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആരെക്കുറിച്ചാണ് ചോദ്യം? റിമൈൻഡർ. അപ്പോൾ ആ രണ്ട് നമ്പറുകളെ കുറിച്ചാണ് ബാക്കി പറയുന്നത്. വായിച്ചാട്ടെ. One of which leaves remainder 1 on division by 3 and the other.
എന്ന് വെച്ചാൽ വൺ ഓഫ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഇതിലെ ഒരു നമ്പറിനെ, രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് എടുക്കേണ്ടത്, അതിലൊരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ റിമൈൻഡർ എത്ര വരും? 1 വരും. അടുത്തത് and the other remainder 2. എന്നുവെച്ചാൽ അടുത്ത നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം എത്ര വരണം? 2. ശ്രദ്ധിക്കാം. അങ്ങനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ശിഷ്ടം 1 വരുന്ന ഒരു നമ്പർ അദ്വൈത് പറഞ്ഞേ. അദ്വൈതേ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ റിമൈൻഡർ ശിഷ്ടം 1 വരുന്ന ഒരു നമ്പർ പറ. 7. അത്രയും വേണ്ട, 4 ഇല്ലേ? 4. ഒരു 3 റിമൈൻഡർ ശിഷ്ടം 1. കറക്റ്റ് അല്ലേ? Yes sir. ഐഷയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം 2 വരുന്ന ഒരു നമ്പർ ഐഷ പറഞ്ഞേ. ഐഷ ഇല്ലയോ? ഐഷ. അനാമിക പറഞ്ഞ ഒരു നമ്പര്. അനാമിക ആരും ക്ലാസ്സിൽ ഇല്ലയോ? ഐശ്വര്യ പറഞ്ഞേ. സാർ 8. വേണ്ട, 5. ഒരു 3 റിമൈൻഡർ ശിഷ്ടം എത്ര വരുന്നുണ്ട്? എത്ര വരുന്നുണ്ട്? 2. ഈ 2 നമ്പറുകളുടെ പ്രോഡക്റ്റ് എടുക്കണം. ഏത് 2 നമ്പറിൻ്റെ? 4ൻ്റെ 5ൻ്റെയും കൂടെ പ്രോഡക്റ്റ്. അതെത്ര കിട്ടും? 20. ഈ 20നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട്. അപ്പം എത്ര കിട്ടും? 6. 3 18. റിമൈൻഡർ ശിഷ്ടം എത്ര കിട്ടിയിരിക്കുന്നത്? 2. ഇതാണ് നമ്മൾ നമ്പർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് അല്ലേ? ആണോ? ഓക്കെ. ഇത് വേണമെങ്കിൽ നിങ്ങൾ ആ നോട്ടിൻ്റെ സൈഡിലോട്ട് ഞാൻ ഈ എഴുതിയിട്ടേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടേ. കാരണം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന നോട്ടിനകത്ത് എന്തിലുള്ള എക്സ്പ്ലനേഷൻ ഇല്ല? നമ്പർ വെച്ചുള്ള എക്സ്പ്ലനേഷൻ ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് സൈഡിലോട്ട് ഒന്ന് നോട്ട് ചെയ്തിട്ടേക്ക് കേട്ടോ. സാർ, എനിക്ക് നോട്ട് കിട്ടിയില്ലായിരുന്നു. ഞാൻ ശ്യാം സാറിൻ്റെ കൊടുത്തു വിട്ടായിരുന്നു. കിട്ടിയില്ലായിരുന്നോ? ഇല്ല, തന്നില്ല. ഞാൻ സാറിൻ്റെ അന്ന് തന്നെ ഇതിൻ്റെ നോട്ടേ കൊടുത്തു വിട്ടായിരുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം സാറ് വരുമ്പോൾ ചോദിച്ചോണം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. ഈ സ്ക്രീനിൽ കണ്ട അത്രയും വിവരങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോ? സ്ക്രീനിൽ കണ്ട അത്രയും വിവരങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോ? ഓക്കെ. അപ്പോൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇത് ഓൾജിബ്രയുടെ സഹായത്തോടെ തെളിയിക്കാൻ പോവാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ട 1 വരുന്ന നമ്പറിനെ, റിമൈൻഡർ 1 വരുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ ജനറലായിട്ട് എഴുതാം? ഇന്നലേക്ക് നമ്മൾ ക്ലാസ് പഠിച്ചതാണ്. ഇന്ന് നമ്മൾ എമ്മും എന്നും വെച്ചാണ് പഠിച്ചേക്കുന്നത്. ഞാനിപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിനകത്ത് 3x+1 ഇവിടെ കിട്ടിയോ? ഈ നമ്പർ എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന നമ്പറിനെ, 1 റിമൈൻഡർ വരുന്ന നമ്പറിനെ 3x+1 എന്ന് എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പറിനെ എങ്ങനെ എഴുതും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം 2 വരുന്ന നമ്പറിനെ എങ്ങനെ എഴുതും? 3x+2.
3x പ്ലസ് 2. ഇവരുടെ പ്രോഡക്റ്റ് ആണല്ലോ, ഗുണനഫലമാണല്ലോ നമുക്ക് വേണ്ടത്, ആണോ? ഓക്കെ, നമ്മൾ ഗുണിക്കുന്നു. ആദ്യം 3x ഇൻറ്റു 3x പ്ലസ് 3x ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 3x പ്ലസ് 1 ഇൻറ്റു 2. 3x ഇൻറ്റു 3x 9x സ്ക്വയർ. 3 ഇൻറ്റു 3 9ഉം x ഇൻറ്റു x x സ്ക്വയർ. 3x ഇൻറ്റു 2 6x. 1 ഇൻറ്റു 3x പ്ലസ് 1 ഇൻറ്റു 2. ഇതിൽ ആദ്യത്തെ 3 പേരിൽ നിന്ന് നിങ്ങൾക്ക് ആരെയെങ്കിലും കോമൺ ആയിട്ട് പൊതുവായിട്ട് എടുക്കാൻ പറ്റുമോ? 3 കോമൺ എടുക്കാം. അങ്ങനെ 3 കോമൺ എടുത്താൽ പിന്നെന്ത് വരും? 3 ഇൻറ്റു 3x സ്ക്വയർ അല്ല, ഒരു കാര്യം, ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ട് നമുക്ക് കോമൺ എടുക്കാം. ഒരു ചെറിയ സ്റ്റെപ്പ് കൂടെ അവിടെ കറക്റ്റ് വരുത്താനുണ്ട്, എന്നിട്ട് നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ 9x സ്ക്വയർ 6x പ്ലസ് 3x 6x പ്ലസ് 3x 6xനോട് 3x കൂടെ കൂട്ടിയാൽ 9x പ്ലസ് 2. ഈ രണ്ട് ടേമിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 9നെ എടുക്കാം, പക്ഷേ ഞാൻ 3നെ എടുക്കുന്നുള്ളൂ. അതെന്താ 9 ഉണ്ടായിട്ടും 3നെ എടുക്കാനുള്ള കാരണം? എൻ്റെ ഇവിടെ നോക്കിയാൽ മതി, ആ നമ്പർ കൊണ്ട് എഴുതി വെച്ചേക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഈ 3 എടുത്തതിൻ്റെ കാരണമെന്ന്. ഈ സ്ക്രീനിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് 9 കോമൺ ഉണ്ടായിട്ട് നമ്മൾ 3 എടുത്തതെന്നുള്ളത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡറിനെ കുറിച്ചാണ്, ശിഷ്ടത്തെക്കുറിച്ചല്ലേ ചോദ്യം. അപ്പോൾ നമ്മൾ 3 കോമൺ എടുത്തു. പറഞ്ഞാട്ടെ, 3 കോമൺ എടുത്താൽ പിന്നെന്തോ വരും? 3x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. ഇതിൽ ഈ അവസാനം വന്നേക്കുന്ന 2 ആയിരിക്കത്തില്ലേ റിമൈൻഡർ എന്ന് പറയുന്നത്? ആയിരിക്കത്തില്ലേ? ദാണ്ട് ഇവിടെ 3നെ ഗുണിച്ചേക്കുന്ന നമ്പർ, പിന്നെ പ്ലസ് 2. ദാണ്ട് ഇവിടെ നോക്കിക്കേ, 3x പ്ലസ് 1 എന്ന് എഴുതിയപ്പോൾ 1 ആണ് റിമൈൻഡർ, 3x പ്ലസ് 2 എന്ന് എഴുതിയപ്പോൾ 2 ആ റിമൈൻഡർ. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു ഒരു സാധനം പ്ലസ് 2 എന്ന് എഴുതിയാൽ ഈ 2 ആയിരിക്കും ആരെന്ന് പറയുന്നത്? റിമൈൻഡർ. അപ്പോൾ താഴെ എഴുതിയിട്ടുണ്ട് ഡിവൈഡഡ് ബൈ 3 ആൻഡ് ദ റിമൈൻഡർ ഈസ് 2. പിടികിട്ടിയോ? ഓക്കെ. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? നോ സർ. ഇല്ല സർ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ അതുൽ സുരേഷ് ഒന്ന് വായിച്ചേ. The remainder got on division by 4. The product of two number, one of which leaves remainder 1 on division by 4 and other remainder 2. എന്തുവാണ് അതിലെ വായിച്ചതിൻ്റെ അർത്ഥം? അടുത്ത കോമ വരെയുള്ള അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വായിക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, 2 നമ്പറുകളുടെ പ്രോഡക്റ്റ്. ഏതാ 2 നമ്പർ? വൺ ഓഫ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. എന്തോ ഇത്? അല്ല, പിന്നെ അതിലെ അതിൻ്റെ അർത്ഥം 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം 1 വരുന്ന നമ്പർ. ആൻഡ് ദി അതർ റിമൈൻഡർ 2. അതെന്തോ അതിൻ്റെ അർത്ഥം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം എത്ര വരുന്ന നമ്പർ? 2 വരുന്ന നമ്പർ. 4 കൊണ്ട് ഹരിച്ചാൽ 1 റിമൈൻഡർ വരുന്ന ശിഷ്ടം വരുന്ന ഒരു നമ്പർ അതിലൊന്ന് പറഞ്ഞേ. 5. അപ്പോൾ നമുക്ക് 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 4 റിമൈൻഡർ ശിഷ്ടം 1. ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം 2 വരുന്ന നമ്പർ പറഞ്ഞേ. 6.
6, 1 4 4, റിമൈൻഡർ ശിഷ്ടം 2. ഇനി ഈ 2 നമ്പരൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് 2 നമ്പരൂടെ? 5 6 5 6 5 ഗുണം 6 30. ഈ 30നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട്. 4 കൊണ്ട്. പറഞ്ഞാട്ടെ. അതിനൊന്നും പറഞ്ഞില്ലേ? എത്ര വശം ഫാത്തിമേ? 30-നകത്തിൽ 4 എത്ര തവണയുണ്ട്? പിള്ളേരും ക്ലാസ്സിലില്ലോടെ? ഫാത്തിമ, 30-നകത്തിൽ 4 എത്ര പ്രാവശ്യമുണ്ട്? 7 പ്രാവശ്യം. 4 7 28. ശിഷ്ടം റിമൈൻഡർ എത്ര കിട്ടും? 2. ഇത് നമ്മൾ എന്തിന്റെ സഹായത്തോടെ തെളിയിക്കണം? ഓൾജിബ്രയുടെ സഹായത്തോടെ തെളിയിക്കണം. നോക്കിക്കേ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഹരിച്ചാൽ ശിഷ്ട 1 വരുന്ന നമ്പറിനെ നീയെ നമ്മൾ എങ്ങനെ എഴുതും? 4x plus 1. 4x plus 1. ഓക്കെ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം 2 വരുന്ന നമ്പറിനെ എങ്ങനെ എഴുതും വൈകെ? 4x plus 2. 4x plus 2. നമുക്കിതിൻ്റെ പ്രോഡക്റ്റ് അല്ലേ ദയേ വേണ്ടത്? Yes, sir. അപ്പോൾ ഒന്ന് പറഞ്ഞാട്ടെ. 4x plus 1 into 4x plus 2 ഒന്ന് പറഞ്ഞേ. 4x into 4x. ആദ്യം 4xും 4xോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 4x into 4x. അടുത്തേ 4x into 2. അടുത്തത് 4x into 2. 4x into 2. ഓക്കെ. അടുത്തത് 1 into 4x. 1 into 4x. 1 into 2. 1 into 2. ഓക്കെ. അപ്പോൾ 4x into 4x എത്ര വരും? ശ്രദ്ധേ. 4x into 4x 16x square പ്ലസ് 4x into 2 എത്ര വരും അദ്വൈതേ? പറഞ്ഞോ അദ്വൈത്. 4x into 2 8x. I say 1 into 4x 4x plus അനാമികെ 1 into 2 2. അപ്പോൾ this is equal to 16x square. ഐശ്വര്യേ 8x plus 4x 12x plus 2. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലെ നമ്മൾ ഈ ആദ്യത്തെ 2 ടേമിൽ നിന്ന് ആരെ കോമൺ എടുക്കും? ആരെ പൊതുവായിട്ട് എടുക്കും? 4നെ എടുക്കും. ആരെ എടുക്കും? 4നെ. അതെന്താ 4നെ എടുക്കാനുള്ള കാരണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ 4നെ കോമൺ എടുത്താൽ എന്തോ കിട്ടും? പറഞ്ഞാട്ടെ. 4 into 4x square plus 3x plus 2. അപ്പോൾ ഇതും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനോട് 2 കൂട്ടുന്നതാണ്. അപ്പോൾ ഈ 2 ആരായിരിക്കും? Remainder. അപ്പോൾ താഴെ എഴുതിയിട്ടുണ്ട് divided by 4 and the remainder is 2. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഫാത്തിമ ഒന്ന് വായിച്ചാട്ടെ. The difference of the product of the two numbers at the end of and the two in the middle of 6 consecutive natural numbers.
അപ്പോൾ എന്തോ ഫാത്തിമ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ വായിച്ചേക്കുന്നതിൻ്റെ അർത്ഥം? ഏറ്റവും അവസാനത്തൊന്ന് വായിക്കണം. നമ്മൾ 6 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കണം. അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകൾ എടുക്കണം. ഓക്കെ, അപ്പോൾ നീയെ അടുത്തടുത്തുള്ള ഒരു 6 എണ്ണൽ സംഖ്യ പറഞ്ഞേ. നീയെ നാച്ചുറൽ നമ്പർ 1 1, 2, 3, 3 4, 5, 6. അടുത്തടുത്തുള്ള 6 പേരായില്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ദ ഡിഫറൻസ് ഓഫ് ദി പ്രോഡക്ട്സ് ഓഫ് 2 നമ്പേഴ്സ് അറ്റ് ദ എൻഡ്സ്. രണ്ടറ്റത്തുള്ള 2 നമ്പറുകളുടെ പ്രോഡക്റ്റ് ഗുണനഫലം. അതപ്പോൾ ആരെയൊക്കെ തമ്മിലാണ് വൈകിയെ ഗുണിക്കേണ്ടേ, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1, 6. അപ്പോൾ 1 × 6 1 × 6 = 6. ആൻഡ് ദ 2 ഇൻ ദ മിഡിൽ. ഇനി നടുക്ക് വരുന്ന 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നടുക്ക് വരുന്ന 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആരെയൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ദയേ 3 × 4. 3 × 4 3 × 4 അതായത് 12. ഇവർ തമ്മിലുള്ള എന്ത് കണ്ടുപിടിക്കണം? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 12-ൽ നിന്ന് 6 കുറയ്ക്കുന്നു. എത്ര കിട്ടുന്നു? 6. അപ്പോ ഇത് നമ്മൾ എന്തിന്റെ സഹായത്തോടെ തെളിയിക്കണം? ഓൾജിബ്രയുടെ സഹായത്തോടെ തെളിയിക്കണം. അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്പറായിട്ട് എക്സ് എടുക്കുന്നു. അപ്പൊ അടുത്ത നമ്പറുകൾ പറഞ്ഞു. X plus 1. X plus 1 X plus 2. X plus 3. X plus 4. X plus 5. ഓക്കെ. അപ്പൊ ശ്രദ്ധ, ഇതിലെ 2 അറ്റത്തുള്ള 2 നമ്പറുകൾ ആരൊക്കെയാ? 2 എൻഡിലുള്ള 2 നമ്പറുകൾ ആരൊക്കെയാ? X plus 1 കൊള്ളാം. 2 അറ്റത്തുള്ളവരോ? അല്ല 2 എൻഡിലുള്ള 2 നമ്പറുകൾ, 2 അറ്റത്തുള്ള 2 നമ്പറുകൾ ആരൊക്കെയാണ്? X plus 5. X plus 5ഉം X plus 6. സ്ക്രീനെ നോക്കു വെച്ചാൽ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ആരൊക്കെയാ 2 നമ്പറുകൾ അടുത്തടുത്തുള്ള 2 എൻഡിൽ കിടക്കുന്ന 2 പേര് ആരൊക്കെയാ? 4ഉം 5ഉം. ഈ എക്സ് വെച്ച് എഴുതിയിരിക്കുന്നതിനകത്തിൽ ആരാണ് 2 അറ്റത്തുള്ളവരെന്നാ ചോദ്യം. ഞാനവിടെ വരച്ചിട്ടുണ്ട്. കൊച്ചാറ് നോക്കി പറഞ്ഞാൽ മതി ആരൊക്കെയാ 2 പേര്. Xഉം X plus 5ഉം. ഇവരുടെ പ്രോഡക്റ്റ്, ഇവരുടെ ഗുണനഫലം കണ്ടുപിടിക്കുന്നു. X × X plus 5. ഓക്കെ, അതോ ഇതൊന്ന് ഗുണിച്ച് പറഞ്ഞാട്ടെ. X square plus 5. X × X X square. X × 5 5x. ഓക്കെ. അപ്പോൾ ഇനി ആയിഷ നമുക്ക് വേണ്ടത് ഇതിൻ്റെ മിഡിലുള്ള 2 നമ്പറുകളുടെ പ്രോഡക്റ്റാ. മിഡിലുള്ള 2 പേര് ആരൊക്കെയാ? X plus 2. X plus 3. X plus 2ഉം X plus 3ഉം. അപ്പോൾ X plus 2 × X plus 3 ഗുണിക്കാൻ പോവാണ്. ഓക്കെ, അനാമിക ഒന്ന് ഗുണിച്ചു പറഞ്ഞേ ഇവരെ. X square plus 3x plus X × X X square. X × 3 3x 3x. 2 × X 2x plus 6. പ്ലസ് 2 × 3 6. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഐശ്വര്യയെ 3x plus 2x ആരാ? 5x. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. ഓക്കെ ആണോ? അതിലെ ഇനി ഇവർ തമ്മിലുള്ള എന്ത് കണ്ടുപിടിക്കണം? ഡിഫറൻസ്. ഇതിൽ ആരാ അതിലെ വലുത്? X square plus 5x ആണോ വലുത്, അതോ X square plus 5x plus 6 ആണോ വലുത്? X square plus 5x plus 6. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് എഴുതുന്നു. X square plus 5x plus 6ൽ നിന്ന് X square plus 5x കുറയ്ക്കുന്നു. അപ്പോൾ X square plus 5x plus 6 അങ്ങനെ തന്നെ എഴുതി. മൈനസ് അകത്തോട്ട് ഗുണിച്ചാൽ -X square
മൈനസ് 5x പ്ലസ് എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും വെട്ടിപ്പോയി, പ്ലസ് 5x മൈനസ് 5x വെട്ടിപ്പോയാൽ ഉത്തരം എന്ത് കിട്ടും? 6. ഈ 6 അല്ലേ നേരത്തെ നമ്മൾ നമ്പർ വെച്ച് ചെയ്തപ്പോഴും ഡിഫറൻസ് ആയിട്ട് കിട്ടിയത്? ഓക്കെ, വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. അപ്പുറത്തെ പേജിൽ കിടക്കുന്ന രണ്ടാമത്തെ ചോദ്യം എടുക്കുക എല്ലാവരും. അപ്പോൾ ആ രണ്ടാമത്തെ ചോദ്യം ഇപ്പോൾ ലാസ്റ്റിൽ വായിച്ചത് ഫാത്തിമയുണ്ടോ ക്ലാസ്സില്? ഫാത്തിമ, രണ്ടാമത്തെ ചോദ്യം തുടങ്ങുന്ന വരി ഒന്ന് വായിച്ചേ. Given below is the method of find the product 36 into 28. 36 into 28 36 ഗുണം 28 ഗുണിക്കാനുള്ള ഒരു മെത്തേഡാണ് അവരോട് കൊടുത്തേക്കുന്നത്. പറഞ്ഞാട്ടെ. ആദ്യം 3യും 2വും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻസർ എന്താ കിട്ടി? 6. ഈ 6നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 100. അപ്പൊ എത്ര കിട്ടി? 600. ഇനി അടുത്തത് ചെയ്തേക്കുന്നത് 3യും 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 6ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 3 ഗുണം 8 എത്ര? 24 പ്ലസ് 6 ഗുണം 2 12. 24ഉം 12ഉം കൂടെ കൂട്ടി എത്ര കിട്ടും? 36. ഈ 36നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 10 കൊണ്ട്. അപ്പൊ എത്ര കിട്ടി? 360. അടുത്തത് 6ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 6 48. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുന്നു. 8 6 4 10 ശിഷ്ട 1 6 3 9 1 10. എത്ര കിട്ടി? ഇങ്ങനെ തന്നെ കുറിക്കണമെന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല. അവരൊരു മെത്തേഡ് നമ്മുടെ അടുക്കൽ ഗുണിച്ച് കാണിച്ചേക്കാം. ഇനി ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ വായിച്ചേ നീയേ. ചെക്ക് ദീസ് ഫോർ സം അതർ പ്രോഡക്ട്സ് ഓഫ് 2 ഡിജിറ്റ് നമ്പർ. വേറെ ഏതെങ്കിലും 2 ഡിജിറ്റ് നമ്പറിൻ്റെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിനകത്തിൽ ആരെയൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്? 43 into 26. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. 43 into 26. നമ്മൾ മുകളിലത്തെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ ആരെയൊക്കെ തമ്മിലാണ് വൈകിയെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ 36 into 28ന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. ആ 3യും 2വും നമുക്ക് തന്നിരുന്ന 36ലെയും 28ലെയും ഏത് പൊസിഷനിൽ ഏത് സ്ഥാനത്ത് വരുന്നവരാണ്? ആ നമ്പറിൽ 3ഉം 2ഉം എവിടെ കിടക്കുന്ന നമ്പറുകളാണ്? 3 എവിടെ കിടക്കുന്നു? ഈ 2 എവിടെ കിടക്കുന്നു? 5ാം ക്ലാസ് പഠിച്ച കാര്യമായി. 10ന്റെ പ്ലേസിൽ 10ന്റെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പരാ. അപ്പൊ ഇവിടെ നമ്മളപ്പം ആരെയൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം? 4നെയും 2വിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ എഴുതുന്നു 4 into 2 ഈക്വൽ 4 into 2 ഈക്വൽ 8. ഈ 8നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട്. 8 into 100 ഈക്വൽ ഇനി അടുത്ത് നോക്കിക്കേ. ഇവിടെ ഇനി എങ്ങനെ മൾട്ടിപ്ലൈ നോക്കിക്കേ.
രണ്ട് എൻഡിൽ കിടക്കുന്ന 3യും 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, മിഡിലിൽ കിടക്കുന്ന 6ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? 4 4 into 6. 4 into 6. 4 into 6 plus 3 into 2. 4 into 6 4 6 24 പ്ലസ് 3 2 6 24 6 കൂട്ടിയാൽ 30. അപ്പൊ 30. ഈ 30യെ എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 30 into 10 equal 30. ഇനി അടുത്ത എന്തോ ചെയ്യാം? അടുത്ത എന്തോ ചെയ്യണ്ടേ? അടുത്ത എന്തോ ചെയ്യേണ്ടത്? യൂണിറ്റ് പ്ലേസിലെ നമ്പറുകളായ 6ഉം 8ഉം കൂടാണ് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് അല്ലേ? 6 into 8. അപ്പൊ ഇവിടെ ആരെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ 3 into 6. അപ്പൊ നമ്മളിവിടെ 3യും 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into 6 80. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. 8 3 1 4 8. എത്ര കിട്ടും ആൻസർ? അല്ല, ഒരു സെക്കൻഡ്. ഇവിടെ 300 അല്ലേ വരുന്നത്? 30 into 10 അല്ലേ? ഇവിടെ 300 വരുന്നത് കേട്ടോ. അപ്പൊ 800ഉം 300ഉം 18 കൂടെ കൂട്ടി എത്ര കിട്ടും? 800ഉം 1118. ഇത് തന്നെ ആയിരിക്കും നമ്മൾ 43നെ 26 കൊണ്ട് നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എഴുതി. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഇനി അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ഒന്ന് വായിച്ചേ. Explain why this works using algebra. ഇത് എന്തുകൊണ്ടാണ് നമ്പറുകൾക്ക് ശരിയാകുന്നത് എന്ന് നമ്മൾ ആരുടെ സഹായത്തോടെ പറയണം? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതെല്ലാം 2 ഡിജിറ്റ് നമ്പറുകളല്ലേ? 2 ഡിജിറ്റ് നമ്പറിനെ അല്ലേ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നേ? ഓക്കെ. അപ്പൊ നമ്മള് ഒരു 2 ഡിജിറ്റ് നമ്പര് 10x plus y എന്നെടുക്കുന്നു. രണ്ടാമത്തെ 2 ഡിജിറ്റ് നമ്പര് 10m plus n എന്നത്. അല്ല, ഇങ്ങനെയൊക്കെ എഴുതുന്നതിന്റെ ഐഡിയ അറിയാമോ നിങ്ങൾക്ക്? ഒരു 2 ഡിജിറ്റ് നമ്പറിനെ 10xa plus y എന്നും മറ്റൊരു 2 ഡിജിറ്റ് നമ്പറിനെ 10ma plus n എന്ന് എഴുതുന്നതിന്റെ ഐഡിയ നിങ്ങൾക്ക് അറിയാമോ? അറിയാവോ? നിങ്ങൾ സംസാരിച്ചാലല്ലേ എനിക്ക് ബാക്കി പറയാൻ പറ്റാതെ. ഒരു നമ്പറിനെ, ഒരു 2 ഡിജിറ്റ് നമ്പറിനെ ഇങ്ങനെയൊക്കെ എഴുതുന്നതിൻ്റെ ഐഡിയ എന്താണെന്ന് അറിയാമോ? സമയം കളയാതെ. അതുകൊണ്ട് പിള്ളേർ ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് അറിയാമോ? എന്ത് ഐഡിയ വെച്ചിട്ടാണ് ഈ 10xa plus y എന്നും ഈ 10m plus n എന്ന് എഴുതുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ പറയുന്ന ഇല്ല, നിങ്ങൾ നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ 25 എന്ന് പറയുന്ന ഒരു നമ്പർ. ഈ നമ്പറിനെ നമുക്ക് വേണ്ടി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 2 into 10 plus 5 എന്ന്. ശരിയാണോ? ചെറിയ ക്ലാസ്സിലൊക്കെ സാറന്മാർ നിങ്ങളെ പിരിച്ചെഴുതുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. 2 into 10 20 ആണ്. 20യോട് 5 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25. അപ്പം അങ്ങനെയാണ് നിങ്ങൾ 36 എന്ന് പറയുന്ന നമ്പറിനെ ഇതുപോലെ എങ്ങനെ എഴുതും? 30 into 10 അല്ല, 3 into 10 plus 6. 3 into 10 13, 6 കൂടെ ആഡ് ചെയ്യുമ്പോൾ 36. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളൊരു നമ്പർ എടുക്കുന്നു. അതിൻ്റെ 1th പ്ലേസും അതിൻ്റെ 10th പ്ലേസും. നമ്മൾ ആ നമ്പറിൻ്റെ 1th പ്ലേസിലെ നമ്പറായിട്ട് വൈയെയും 10th പ്ലേസിലെ നമ്പറായിട്ട് എക്സിനെ എടുക്കുക എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ആ നമ്പറിനെ എങ്ങനെ എഴുതാം?
ഇപ്പം മുകളിൽ എഴുതിയ ലോജിക്കൽ 10x plus ആ y. 10x പ്ലസ് വൈ. ഇനി അടുത്തത് യൂണിറ്റ് പ്ലേസിലെ നമ്പറായിട്ട് നമ്മൾ എന്നും 10th പ്ലേസിലെ നമ്പറായിട്ട് എമ്മും ആണെങ്കിലോ 10m plus n. 10m പ്ലസ് n. ഇപ്പം അങ്ങനെ എഴുതിയതിന്റെ ലോജിക്ക് മനസ്സിലായി എല്ലാവർക്കും? Yes, sir. ആ ഇനി ഈ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് അല്ലേ നമ്മൾ ചോദിച്ചേക്കുന്നത്? ഇതിന്റെ പ്രോഡക്റ്റിനെ കുറിച്ചല്ലായിരുന്നു ചോദ്യം. അതെ. അപ്പൊ നമ്മൾ ആദ്യം ടേം ബൈ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10x ഇൻറ്റു 10m പ്ലസ് 10x ഇൻറ്റു 10x n പ്ലസ് N. y ഇൻറ്റു 5 into 10m 10m പ്ലസ് y ഇൻറ്റു n yn. ഇത്ര ഓക്കെ ആണോ? Plus y into n 10x ഇൻറ്റു 10m എത്ര വരും? 100xm. 100xm പ്ലസ് 10x ഇൻറ്റു n 10xn. 10xl y ഇൻറ്റു 10m 10ym ym പ്ലസ് yn ആണോ? ദിസ് ഈസ് ഈക്വൽ ടു Yes. 100xn പ്ലസ് 10xn പ്ലസ് 10ym. ഇതിന് ആരെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ? ഇതിൽ നിന്ന് ആരെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ? 10ന് എടുക്കാം. 10 അപ്പം 10ന് എടുത്താൽ 10 ഇൻറ്റു xn പ്ലസ് ym ആണോ? പ്ലസ് xn Plus y. Plus yn ഇത് നമ്മുടെ നമ്പറിൽ എഴുതിയേക്കുന്ന പോലെയാണെന്ന് നോക്കിക്കേ. ആദ്യം നമ്മൾ 10th പ്ലേസിലുള്ള 3നെയും 2നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ നമ്മളിപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് നോക്കണം. ഈ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ച് 10th പ്ലേസിലെ നമ്പറുകൾ ആരൊക്കെയാ? xും m ഒരു സെക്കൻഡ്. നമ്മൾ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3ഉം 2ഉം കൂടെ അല്ലേ ആദ്യം ഗുണിച്ചത്? 3ഉം 2ഉം കൂടെ ഗുണിച്ച് 6 എന്ന് എഴുതി അല്ലേ? അപ്പം ഇവിടെ ആരെയൊക്കെ തമ്മിൽ ഗുണിക്കണം? xനെയും എക്സിനെയും mനെയും എക്സിനെ നമ്മൾ ഗുണിച്ചതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അല്ല, ഞാൻ ഇവിടെ എഴുതിയതിലെ മിസ്റ്റേക്കാണ്. ഇവിടെ XM അല്ലേ വരുന്നത്? ഓക്കെ, XM. അപ്പോൾ നോക്കിയാട്ടെ. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്തേക്കെന്ന് പറയുന്നത് 3ഉം 2ഉം കൂടെ ഗുണിച്ചു. 10th പ്ലേസിൽ കിടന്ന നമ്പറുകൾ തമ്മിൽ ഗുണിച്ചു. 3ഉം 2ഉം കൂടെ ഗുണിച്ചു. നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നതനുസരിച്ച് 10th പ്ലേസിലെ നമ്പറുകൾ ആരൊക്കെയാ? xm m. എമ്മും. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 100. അതല്ലേ 100xm എന്ന് പറയുന്നത്? Yes, sir. ഓക്കെ. ഇനി അടുത്തത് 3ഉം 8ഉം കൂടെ ഗുണിച്ചു, 6ഉം 2ഉം കൂടെ ഗുണിച്ചു. ഇവിടെ പറയുമ്പോഴോ ഇവിടെ പറയുമ്പോഴോ 3ഉം 8ഉം കൂടെ ഗുണിച്ചു. ഒരിടത്ത് 10th പ്ലേസും ഒരിടത്ത് 1st പ്ലേസും കൂടെ ഗുണിച്ചു. അടുത്തത് 6ഉം 2ഉം കൂടെ ഗുണിച്ചു. എക്സും എന്നും കൂടെ ഗുണിക്കണം. അതാണ് വേണ്ടി ഈ കിടക്കുന്ന xn. അടുത്തതോ വൈയും എമ്മും കൂടെ ഗുണിക്കണം. അതാണ് ym. എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? എത്ര മൾട്ടിപ്ലൈ ചെയ്തു? 10 കൊണ്ട്. വേണ്ടേ? അതല്ലേ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ആണോ? ഇനി അടുത്തത് ആരെയൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്? 6ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. 6ഉം 8ഉം എന്ന് പറയുന്നത് ഈ 1st പ്ലേസിലെ നമ്പറുകളല്ലേ? ഇവിടുത്തെ 1st പ്ലേസിലെ നമ്പറുകൾ ആരൊക്കെയാ? എമ്മിനും. അപ്പൊ കണ്ടോ, നമ്പറിനകത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ മെത്തേഡ് ആണ്
ഓൾജിബ്രയ്ക്കകത്തിലും കിട്ടിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഏത് 2 2 ഡിജിറ്റ് നമ്പറുകളെയും ഇവർ ഈ പറഞ്ഞ മെത്തേഡിൽ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ഇത്രയും എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ആയെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയുക.